നമസ്കാരം. തൃശ്ശൂരിലെ വെടിക്കെട്ട് അപകടം ഈ ഹൃദയഭേദകമായ സന്ദർഭത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാകില്ല. ജീവൻ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ മരണത്തിന് തുല്യമായ അവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അത് ചോദിക്കുക എന്നുള്ളത് അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെന്നുള്ള നിലയ്ക്ക് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുകയാണ്. വിശ്വാസങ്ങൾക്കോ ആചാരങ്ങൾക്കോ ഒന്നും ഞാൻ എതിരല്ല. ഓരോ മനുഷ്യനും അവൻ്റേതായ മാനസിക സംതൃപ്തിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവനാകാം. പക്ഷേ ഇന്നിപ്പോൾ ഈ 13-ലേറെ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ഉത്തരവാദി ആരാണ്? ആചാര സംരക്ഷകരും വിശ്വാസ സംരക്ഷകരും ഈ സമൂഹത്തിനോട് പറയേണ്ട മറുപടിയാണ്. ഈ മനുഷ്യരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകളും അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ വെച്ചിട്ടുള്ള ഈ ആചാരങ്ങളും വിശ്വാസങ്ങളെല്ലാം കൊണ്ടാടുമ്പോൾ അതിൻ്റെ ഇരയാക്കപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയത് എന്താണ്? നിങ്ങളുടേതായിട്ടുള്ള ചില പിടിവാശികളായി മാറിയ ആചാരങ്ങൾ. ആ ആചാരങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജീവനുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പകരം വയ്ക്കാനുണ്ടോ? നിങ്ങൾ അതിൽ ഉൾപ്പെട്ടില്ല. ദൈവം സഹായിച്ചു. എൻ്റെ ഏറ്റവും ഉറ്റവരും ഉടയവരും ആരും അതിൽ ഉൾപ്പെട്ടില്ല. ദൈവം സഹായിച്ചു. പക്ഷേ ദൈവം സഹായിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരാണ് വെന്ത് വെണ്ണീറായി പോയത്, അല്ലെങ്കിൽ ജീവച്ഛവമായി ഇനി ഈ ആയുസ് മുഴുവൻ ജീവിക്കേണ്ടവർ. അടുത്ത തൃശ്ശൂർ പൂരം വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഇതിന് പിന്നാലെ പോകും. പക്ഷേ ആ മനുഷ്യരെ പറ്റിയോ അല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ആശ്രിതരെക്കുറിച്ചോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ 110ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ മനുഷ്യരുടെ ആശ്രിതരെ എവിടെയെങ്കിലും നിങ്ങൾ വിശ്വാസിയായിട്ടുള്ള ആചാര സംരക്ഷകരായിട്ടുള്ള മനുഷ്യർ അന്വേഷിച്ചു പോയിട്ടുണ്ടോ? അതിൻ്റെ ഇരയാക്കപ്പെട്ട മനുഷ്യരെ ആരെങ്കിലും പിന്നീട് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുകയോ അവരെ ഒന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തിനല്ലേ? അവരൊക്കെ ഇരയാക്കപ്പെടുന്നവർ, വീണ് പോകുന്നവർ. പോകട്ടെ, നമ്മൾ ദൈവം സംരക്ഷിച്ച് സേഫ് സോണിലാണ്. ഈ ഒരു മനോഭാവം ഏത് കാലത്തും മാറും. മനുഷ്യരുടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശങ്ങൾ അത് നിങ്ങൾക്ക് ഹനിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ആ തൊഴിലിലേക്ക് നിർബന്ധപൂർവം അവരെ തള്ളിവിടുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിലൂടെ അവർക്കൊരു ചെറിയ വേതനം കിട്ടുമായിരിക്കാം. ആ വേതനം കിട്ടുന്ന സംഭവം വെച്ചിട്ട് ഈ വെടിക്കെട്ട് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അതായത് ചില മനുഷ്യരെങ്കിലും അവസാന നിമിഷത്തിൽ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിത്തെറിച്ച് തീരുന്ന, അതായത് മനുഷ്യന് പോലും അങ്ങോട്ട് കടക്കാൻ പറ്റാതെ ഛിന്ന ഭിന്നമായി പോകുന്ന മനുഷ്യരുണ്ട്. കാര്യം ആദ്യത്തേൽ ചെറിയ പരിക്കേറ്റ് ഭീതിപ്പെട്ട് ചിലർ കുറച്ച് സമയം കഴിയും. ആ മരണത്തെ മുഖാമുഖം കണ്ട് ഏറ്റവും ഒടുവിൽ ആ മരണം കടന്നു പിടിക്കുന്ന സമയം വരെ അവർ വിളിച്ചിട്ടുണ്ടാകുന്ന നിലവിളികളുണ്ടാകും. ആലോചിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തിനല്ലേ? അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അവരൊക്കെ പോകേണ്ടവരാണല്ലോ അല്ലേ? ഈ അപകടകരമായിട്ടുള്ള ഈ ആചാരങ്ങളൊക്കെ ഇനി ഒന്ന് ഒഴിവാക്കാൻ എന്ന് ഈ മനുഷ്യർക്ക് തിരിച്ചറിവുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ വിശ്വാസങ്ങൾ, ആരാധനാലയങ്ങൾ എല്ലാം ഈ നാട്ടിൽ നിലനിൽക്കണം. പക്ഷേ അതിനകത്ത് പൊഴിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ കൊഴിഞ്ഞു വീഴുന്ന ജീവനുകൾ നിങ്ങൾക്കൊരിക്കലും ഒരു പ്രശ്നമല്ലാതായി മാറുന്നത് എങ്ങനെയാണ്? ആന ചവിട്ടിക്കൊല്ലുന്ന മനുഷ്യർ നിങ്ങൾക്കൊരിക്കലും പ്രശ്നമുണ്ടാകില്ല. പക്ഷേ കാട്ടിൽ നിന്നൊരു ആന ഇറങ്ങി ഒരു മനുഷ്യൻ്റെ ജീവൻ എടുത്താൽ വികാരം പൊട്ടി ഒലിക്കുന്നവർ, ആരാധനാലയങ്ങളിൽ ഇക്കഴിഞ്ഞ ഉത്സവ സീസണിൽ മാത്രം എത്രയെത്ര സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആനയിടഞ്ഞ എത്രയെത്ര ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുന്നവർ, മുൻവർഷങ്ങളിൽ അതിൻ്റെ ഇരയാക്കപ്പെട്ട് ഇപ്പോഴും അംഗവൈകല്യം സംഭവിച്ചവർ, കിടക്കയിലായിപ്പോയവർ, ഇവരൊന്നും നിങ്ങളുടെ പട്ടികയിൽ അല്ലെങ്കിൽ നിങ്ങളെന്ന ഹിന്ദു വിശ്വാസികൾക്ക് വീണു പോയി കഴിഞ്ഞാൽ അവൻ ദൈവം സംരക്ഷിക്കാത്തവനാണ് അല്ലേ? ഇതിനും നിങ്ങൾ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തും. ദൈവത്തിന് അസംതൃപ്തി ഉണ്ടെന്നോ? കാര്യം ചില ജ്യോത്സ്യന്മാരും ഈ പോറ്റിമാര്, തന്ത്രിമാരെ പോലുള്ളവർ അവർ പറയുന്ന വാക്കിനാണല്ലോ ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാന വാക്കെന്ന് പറയപ്പെടുന്നത്. അവിടങ്ങൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇവർക്കൊന്നും ഇത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ ശേഷിയില്ലല്ലോ.
ഇപ്പോൾ തൃശ്ശൂർ പൂരം ഇന്നലെ കൊടിയേറി, ഇന്നിത് സംഭവിക്കുമെന്ന് ഏതെങ്കിലും ആ കബഡി നിരത്തുന്നവർക്കോ അല്ലെങ്കിൽ ഈ ദേവപ്രശ്നം നോക്കുന്നവർക്കോ ഇതിൻ്റെ സമയവും മുഹൂർത്തവും ഒക്കെ നോക്കുന്നവർക്ക് അറിയാൻ പറ്റാതെ പോകുന്നിടത്തെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയാണ്. ആ മനുഷ്യരെല്ലാം കടന്നു പോകുമ്പോൾ വളരെ ദുഃഖാർത്ഥമായ മനസ്സുമായിട്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അത് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ആളുമല്ല. പക്ഷേ ആ മനുഷ്യർ ആർക്കു വേണ്ടിയാണ് ജീവൻ ത്യജിച്ചു പോയെന്ന് പറഞ്ഞാൽ, ആരാണ് അവരെ ഇരയാക്കിയെന്ന് ചോദിച്ചാൽ, വിശ്വാസ സംരക്ഷകരും ആചാര സംരക്ഷകരുമായിട്ടുള്ള നിങ്ങളാണ് ആ ജീവനുകൾ പൊഴിയാൻ ഉത്തരവാദികളെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ആ മനുഷ്യരെ ഇത്തരം അപകടകരമായ ആചാരങ്ങൾ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചേന്. ചില കുഞ്ഞുങ്ങൾക്ക് അനാഥമാകത്തില്ലായിരുന്നു, അച്ഛനുണ്ടായേന്. ചില സ്ത്രീകൾ വിധവയാകത്തില്ലായിരുന്നു. ചില അമ്മമാർ അവർക്ക് മക്കളില്ലാത്ത അവസ്ഥയുണ്ടാകില്ലായിരുന്നു. ഇതൊക്കെ ആരോട് പറയാനെന്നറിയാം. എന്നിരുന്നാലും ഈ ഘട്ടത്തിലെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ആ ജീവൻ വെടിഞ്ഞു പോയവരുടെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന സങ്കടവും വേദനയുമുണ്ട്. പോരാത്തതിന് അതീവ പൊള്ളലേറ്റ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയുണ്ട്. അതൊന്നും നിങ്ങളുടെ ദേഹം പൊള്ളിയതല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വേദനയാകില്ല. ഇനിയെങ്കിലും മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഈ വെടിക്കെട്ടിനോട് കുറച്ച് വെടിക്കെട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഒരു കണ്ണിനൊരു കുളിർമ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ചൈനീസ് പടക്കൊക്കെ വയ്ക്കുന്നതിനൊന്നും എതിരല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഈ കർണപടം പൊട്ടിക്കുന്ന സന്ദർഭത്തിൽ ഈ തേക്കിൻകാട് മൈതാനം പോലും ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതാണ്. മിണ്ടാപ്രാണികൾ അന്തി ഉറങ്ങുന്ന സമയത്ത് ഈ വെടിക്കെട്ടിൻ്റെ ആ ഭീതിപ്പെടുത്തുന്ന ശബ്ദം നിങ്ങൾ മനസ്സിലാക്കുക. ആ ശബ്ദം ഭയപ്പെടുത്തുന്ന ഒരു ജീവൻ അല്ലെങ്കിൽ മിണ്ടാപ്രാണികളുണ്ടല്ലോ, ആ ജീവനുകൾ അവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. നിങ്ങളെപ്പോലെ തന്നെ സ്വൈര്യമായി ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അവരുടെ എല്ലാം സമാധാന ജീവിതം തകർത്തുകൊണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ, നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് വേണ്ടി ഇതുപോലുള്ള കുറേയേറെ മനുഷ്യരുടെ ജീവനുകൾ ഈ ഭൂമിയിൽ ചിതറി വീഴുമ്പോഴും ആചാരമാണ് വലുത്, അത് മുറുകെ പിടിക്കേണ്ടതുണ്ട്. അതിൽ ഇനി ഈ കാലഘട്ടത്തിനനുസരിച്ച് പരിവർത്തനം വരുത്തണ്ട എന്ന് ചിന്തിക്കുന്ന നിങ്ങൾ ഇനിയും മനുഷ്യരെ കുരുതിയാക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയെന്നും വീണുപോയ മനുഷ്യരെല്ലാം പാപികളാണെന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് സമാധാനിക്കാം.